നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ തുല്യത ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഏഴാമത്തെ ചാപ്റ്റർ കോറിലേഷൻ അഥവാ സഹബന്ധം ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ വീഡിയോ പാർട്ട് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. അതിൽ നമ്മൾ എന്താണ് സഹബന്ധം എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഹബന്ധം അളക്കുന്ന 3 രീതികളുണ്ട്. ആ 3 രീതികളിൽ ഒന്നാമത്തെ സ്കാറ്റർ ഡയഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള രണ്ടാമത്തെ അളക്കുന്ന രീതിയായിട്ടുള്ള കാൾ പിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം എന്നതാണ്. ഇതൊരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ കൈവശം ഈ ക്ലാസ് കാണുമ്പോൾ ഒരു നോട്ട്ബുക്കും പേനയും കാൽക്കുലേറ്ററും ഉള്ളത് നല്ലതായിരിക്കും. അതിനനുസരിച്ചാണ് ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരുന്ന ഒരു ഭാഗമാണ് കാൾ പിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം. നോക്കാം നമുക്ക്. കാൾ പിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം അനുസരിച്ച് നമ്മളിതിനെ മറ്റൊരു പേര് എന്ന് പറയുന്ന മൊമെന്റ് കോറിലേഷൻ എന്നതിനെ വിളിക്കാറുണ്ട്. അതായത് ലളിത സഹബന്ധ ഗുണാങ്കം എന്നോ അല്ലെങ്കിൽ കാൾ പിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം എന്നോ മൊമെന്റ് കോറിലേഷൻ എന്നോ ഒക്കെ ഇതിന് പേരുകളുണ്ട്. ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ സ്മോൾ ലെറ്റർ ആർ എന്ന ലെറ്റർ കൊണ്ടാണ്. സ്മോൾ ലെറ്റർ ആറ് കൊണ്ടാണ്, ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റർ ആറ് കൊണ്ടാണ് നമ്മൾ ഇതിനെ കാൾ പിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം സൂചിപ്പിക്കുന്നത്. ഈ സഹബന്ധ ഗുണാങ്കം കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമവാക്യം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സമവാക്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയൊരു സമവാക്യമാണ്. R = n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു സമവാക്യം അങ്ങോട്ട് മറക്കാം. എന്നിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു സമവാക്യം ഇവിടെ ഉപയോഗിക്കാം. R = സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്ന സമവാക്യമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിലേക്ക് ഈ കാൾ പിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു ചോദ്യമാണ് തരിക. അതായത് എക്സ് വൈ എന്ന് 2 കോളത്തിൽ സംഖ്യകൾ തരും. എക്സ് എന്ന് പറയുന്ന കോളത്തിൽ 1 മുതൽ 8 വരെ, അത് എത്രയാവാൻ നമ്പേഴ്സ് എത്രയും തരാം, ഏത് തരത്തിലുള്ള നമ്പേഴ്സും തരാം. അപ്പോൾ നമുക്ക് 1, 3, 4, 5, 7, 8 എന്ന എക്സ് കോളത്തിൽ തന്നിട്ടുണ്ട്. വൈ എന്ന് പറയുന്ന കോളത്തിൽ 2, 6, 8, 10, 14, 16 ഇങ്ങനെയാണ് നമ്പേഴ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ ആദ്യം ഇതിന് കാണാൻ പോകുന്നത് അതിൻ്റെ സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ചോദ്യത്തിൽ 2 കോളത്തിലായിട്ട് തന്നിരിക്കുന്ന സംഖ്യകൾക്ക് പേരില്ലെങ്കിൽ, അതായത് പേരെന്തോ ആണെങ്കിൽ, എന്തു പേരാണെങ്കിലും അത് നമ്മൾ അതിനെ എക്സ്, ഒന്നാമത്തെ കോളത്തെ എക്സ് എന്നും രണ്ടാമത്തെ കോളത്തെ വൈ എന്നും ആണ് സൂചിപ്പിക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ കോളത്തിന് എക്സ് എന്നും രണ്ടാമത്തെ കോളത്തിന് വൈ എന്നും ആണ് പേര് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ്. അതായത് എക്സിലുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണണം. എക്സിലുള്ള സംഖ്യകളുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന എക്സിലെ ഓരോ സംഖ്യയെയും സെയിം സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുക. 1ന്റെ സ്ക്വയർ 1 × 1 ആണ്, അതായത് 1 തന്നെ. 3ന്റെ സ്ക്വയർ 3 × 3 9. 4ന്റെ സ്ക്വയർ 4 × 4 16. അപ്പോൾ ഈ സെയിം സംഖ്യയെ വീണ്ടും ഒരു തവണ കൂടി ഗുണിക്കുമ്പോഴാണ് നമുക്ക് സ്ക്വയർ കിട്ടുക. അതാണ് എക്സ് സ്ക്വയർ. നമ്മൾ ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ്. എക്സ് സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ആ എക്സ് സ്ക്വയറിന്റെ സംഖ്യകളുടെ ടോട്ടൽ കാണുക. സിഗ്മ എക്സ് സ്ക്വയർ കാണുക. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന എക്സ് സ്ക്വയറിൽ നമ്മൾ കണ്ടിരിക്കുന്ന സംഖ്യകളെ താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അതുപോലെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന കോളത്തിലെ സംഖ്യകളുടെ സ്ക്വയർ കാണലാണ്. അതായത് വൈ സ്ക്വയർ കാണുക. ഓക്കെ, നാലാമത്തെ
സ്റ്റെപ്പാണ് വൈ സ്ക്വയർ കാണുക എന്നുള്ളത്. അപ്പോൾ വൈ സ്ക്വയർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് സിഗ്മ വൈ സ്ക്വയർ കാണുകയാണ്. സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ സ്ക്വയറിലുള്ള സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണ് സിഗ്മ വൈ സ്ക്വയർ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് വരുന്നത് എക്സ് വൈ ആണ്. എക്സ് വൈ എന്ന് പറയുന്ന ഒരു പുതിയ കോളം ഉണ്ടാക്കിയിട്ട് ഹെഡിങ് കൊടുത്തിട്ട് എക്സ് വൈ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എക്സ് സംഖ്യയെ വൈയിലുള്ള സംഖ്യ കൊണ്ട് നേരെ നേരെ ഗുണിക്കലാണ്. അതായത് എക്സ് വൈ. അപ്പോൾ 1 ഗുണിക്കണം 2 ഒരു 2 2. ഓക്കെ, 3 ഗുണിക്കണം 6 18. അങ്ങനെ അപ്പോൾ നമ്മൾ നേരെ നേരെ ഗുണിക്കുക. അപ്പോൾ നമുക്ക് എക്സ് വൈ കിട്ടും. ആരൊക്കെ തമ്മിലാണ് ഗുണിക്കേണ്ടത്? എക്സിനെയും വൈയെയും തമ്മിൽ ഗുണിക്കുക. അപ്പോൾ നമുക്ക് എക്സ് വൈ കിട്ടും. അടുത്ത സ്റ്റെപ്പ് വരുന്നത് സിഗ്മ എക്സ് വൈ കാണുക എന്നുള്ളതാണ്. എക്സ് വൈയിലുള്ള സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ കിട്ടുന്നതാണ് സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സമവാക്യം ഉപയോഗിക്കലാണ്. സമവാക്യം ആർ ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളുടെ കയ്യിൽ ഈ ചേരുവകൾ വേണം. ഓക്കെ, എന്നാലേ നമുക്ക് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളത് ചോദ്യം ഞാനിവിടെ കൊടുക്കുന്നു. ചോദ്യം ഒന്നുകൂടെ നോക്കാം. എക്സ് വൈ എന്നീ 2 കോളം ഉണ്ട്. ആ കോളത്തിലെ എക്സിലെ സംഖ്യകളൊന്ന് നോക്കൂ. 1 3 4 5 7 8. ഓക്കെ ആണല്ലോ. എക്സിലെ സംഖ്യ തന്നു. ഇനി വൈയിലെ സംഖ്യ നോക്കൂ. 2 6 8 10 14 16. ക്ലിയർ അല്ലേ? ഇനി ഈ എക്സിലെ സംഖ്യയും വൈയിലെ സംഖ്യയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ചോദ്യമാണ് ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് എന്താണ്? എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ പുതിയൊരു കോളം, മൂന്നാമത്തെ ഒരു കോളം ഉണ്ടാക്കിയിട്ട് എക്സ് സ്ക്വയർ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എക്സിലുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണുക. സ്ക്വയർ കാണുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചു, തന്നിട്ടുള്ള സംഖ്യകളെ അതേ സംഖ്യ കൊണ്ട് തന്നെ വീണ്ടും ഗുണിക്കുക. ഓക്കെ, ഇവിടെ ആദ്യത്തെ സംഖ്യ 1 ആണ്. 1നെ 1 കൊണ്ട് തന്നെ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം 1 ആണ്. രണ്ടാമത്തെ സംഖ്യ 3 ആണ്. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9. അതായത് 3നെ 3 കൊണ്ട് തന്നെ ഗുണിക്കുക. കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. അതുപോലെ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് 16, 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64. ഓക്കെ, ഇനി അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കാണേണ്ടത് അതിൻ്റെ താഴെ ഒരു ബോക്സിൽ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് എഴുതുക. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ് അർത്ഥം. അപ്പോൾ എക്സ് സ്ക്വയർ നമ്മൾ കണ്ടിട്ടുള്ള എക്സ് സ്ക്വയറിലെ സംഖ്യകളെല്ലാം കൂടെ, അതായത് 1 9 16 25 49 64, ഈ സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് അങ്ങോട്ട് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതായിരിക്കും സിഗ്മ എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കൂട്ടിയാൽ കിട്ടുന്നത് 164 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതേണ്ടത് 4ാമത്തെ കോളമാണ്. വൈ സ്ക്വയർ എന്ന് പറയുന്ന കോളം കണ്ടെത്തലാണ്. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ കണ്ട പോലെ തന്നെയാണ്. വൈയിലുള്ള സംഖ്യയുടെ സ്ക്വയർ കാണുകയാണ്. വൈയിലുള്ള 1ാമത്തെ സംഖ്യ 2 ആണ്. 2ന്റെ സ്ക്വയർ 4. 6 ആണ് അടുത്തത്. 6ന്റെ സ്ക്വയർ 36. 8ന്റെ സ്ക്വയർ 64. 10ന്റെ സ്ക്വയർ 100. 14ന്റെ സ്ക്വയർ 196. 16ന്റെ സ്ക്വയർ 256. ഓക്കെ, അപ്പോൾ വൈ സ്ക്വയർ നമുക്ക് കിട്ടി. വൈ സ്ക്വയറിന്റെ സിഗ്മ കാണണം. വൈ സ്ക്വയറിലെ സംഖ്യകളുടെ ടോട്ടൽ കാണണം. എല്ലാം കൂടെ താഴേക്ക് കൂട്ടുക. സിഗ്മ വൈ സ്ക്വയർ ഈക്വൽ ടു 656. എല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ 656. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത കോളമാണ് എക്സ് വൈ ആണ് കാണേണ്ടത്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഗുണിക്കണം വൈ എന്നുള്ളതാണ്. അപ്പോൾ എക്സിലുള്ള സംഖ്യയെ വൈയിലുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. നേരെ നേരെ ഗുണിക്കുക. അപ്പോൾ എക്സിലുള്ള 1ാമത്തെ സംഖ്യ 1 ആണ്. വൈയിലുള്ള 1ാമത്തെ സംഖ്യ 2 ആണ്. 1നെ 2 കൊണ്ട് ഗുണിക്കുക. 1 × 2 2. അടുത്തത് 3 × 6 18. 4 × 8 32. 5 × 10 50. 7 × 14 98. 8 × 16 128. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എക്സ് വൈ എങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ അല്ലേ? എക്സിലുള്ള സംഖ്യയെ നേരെ നേരെ ഉള്ള വൈയിലുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചെഴുതുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ താഴെ, ആ കോളത്തിൻ്റെ താഴെ സിഗ്മ എക്സ് വൈ കാണണം. അതായത് എക്സ് വൈയിലുള്ള സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടുക. 2 + 18 + 32 + 50 + 98 + 128. ഇതെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് സിഗ്മ എക്സ് വൈ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയത് 328 എന്ന സംഖ്യയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോക്സിലുള്ള കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? ബോക്സിലുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? സമവാക്യത്തിലേക്ക് വില കൊടുക്കലാണ്. അപ്പോൾ നമ്മുടെ സമവാക്യം ഇനി അതിന് താഴെ എഴുതുക. സമവാക്യം എന്താണ്? ആർ ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ
എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ താഴെ സമം കൊടുക്കുന്നു. സിഗ്മ എക്സ് വൈ എന്നുള്ളിടത്ത് അതിൻ്റെ വില കൊടുക്കണം. അത് കോളത്തിൽ പോയി നോക്കുക, താഴെ നോക്കിയാൽ മതി. നമ്മൾ എല്ലാത്തിൻ്റെയും സിഗ്മ കണ്ടെത്തിയിട്ടുണ്ട്, ടോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട്. സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 328. അത് നമ്മൾ അതിനെ നേരെ ഇവിടെ കൊടുന്ന് എഴുതി. സിഗ്മ എക്സ് വൈൻ്റെ നേരെ എന്തെഴുതി? സിഗ്മ എക്സ് വൈക്ക് പകരമായിട്ട് 328 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ വരച്ചു, ഹരിക്കണം എന്നുള്ള ചിഹ്നമാണ്, അത് വരച്ചു. അതിനുശേഷം താഴെ റൂട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ചിഹ്നമുണ്ട്, ആ റൂട്ട് ഓഫ് അതുപോലെ എഴുതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സിഗ്മ എക്സ് സ്ക്വയർ ഉണ്ട്. സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കോളത്തിന്റെ താഴെ സിഗ്മ എക്സ് സ്ക്വയർ കണ്ടിട്ടുണ്ട്, അതിവിടെ കൊടുന്ന് എഴുതുക. ഈ സിഗ്മ എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് എത്രയാണ്? 164. ചിഹ്നം ഗുണിക്കണം എന്നാണ് അത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് സിഗ്മ വൈ സ്ക്വയർ ഉണ്ട്. സിഗ്മ വൈ സ്ക്വയർ തൊട്ടടുത്ത കോളത്തിൽ തന്നെ കാണാം. എത്രയാണ്? 656 ആണ്. സിഗ്മ വൈ സ്ക്വയർ 656. ക്ലിയർ അല്ലേ? അപ്പൊ സമവാക്യത്തിലേക്ക് വില കൊടുത്തു. ഇപ്പൊ എന്താ കിട്ടിയത്? 328 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 164 ഇൻറ്റു 656 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആ റൂട്ടിനുള്ളിലുള്ള ആ സംഖ്യയെ ഗുണിക്കലാണ്. ഓക്കെ, റൂട്ടിനുള്ളിലുള്ള സംഖ്യയെ ഗുണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സമം കൊടുത്തിട്ട് 328 ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ എഴുതുക. 328 ഡിവൈഡഡ് ബൈ അതുപോലെ എഴുതി, റൂട്ട് ഓഫ് അതുപോലെ തന്നെ വരച്ചു. എന്നിട്ട് 164നെ 656 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് 10 75 84 എന്ന് കിട്ടും. 10 75 84 ഒരുമിച്ചുള്ള സംഖ്യ ഞാൻ കൂട്ടി വായിക്കാതെയാണ് പറയുന്നത്, മുറിച്ചാണ് പറയുന്നത്. ഓക്കെ, 107 584 എന്ന് വേണമെങ്കിലും വായിക്കാം. ഓക്കെ, ിന്റെ ഉള്ളിലാണ് അതുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അടുത്ത സ്റ്റെപ്പിൽ ആ റൂട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സമം കൊടുത്തിട്ട് 328നെ ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ എഴുതാം. 328 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്നുള്ളതിനെ നമ്മൾ റൂട്ട് ഓഫ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഖ്യ ഉണ്ടല്ലോ, അതിന്റെ റൂട്ട് കാണലാണ്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിൽ ഒന്നുകിൽ നിങ്ങൾ റൂട്ട് ബട്ടൺ അടിക്കുക. റൂട്ട് ബട്ടൺ ഞെക്കിയിട്ട് ആ സംഖ്യ ടൈപ്പ് ചെയ്യുക. റൂട്ട് ബട്ടൺ ഞെക്കിയതിന് ശേഷം കാൽക്കുലേറ്ററിൽ സംഖ്യ ടൈപ്പ് ചെയ്യുക. 107584 എന്നൊരു സമം കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരു സംഖ്യ കിട്ടും, അതായത് 328 എന്ന് കിട്ടും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ചില കാൽക്കുലേറ്ററിൽ നമ്മൾ ആദ്യം സംഖ്യ ഞെക്കണം. സംഖ്യ അമർത്തിയതിന് ശേഷം, അതായത് 107584 എന്ന് സംഖ്യ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് ബട്ടൺ ഞെക്കി കൊടുക്കുക. റൂട്ട് ബട്ടൺ ഞെക്കിയാൽ തന്നെ സ്ക്രീനിൽ നമുക്ക് എന്ത് കാണും? 328 എന്ന് കാണും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? അപ്പൊ റൂട്ട് ഓഫ് 10 75 84 എന്നുള്ളതിനെ മാറിയിട്ട് എന്ത് കിട്ടും? 328 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യത്തെ 328 ഉണ്ടല്ലോ അവിടെ, അത് എഴുതുക. 328 ഡിവൈഡഡ് ബൈ താഴെ 328 എന്നിട്ട് കാൽക്കുലേറ്ററിൽ ഹരിക്കുക. ഏതൊരു സംഖ്യയും മുകളിലുള്ള സംഖ്യ താഴെയുള്ള സംഖ്യ ഹരിക്കുമ്പോൾ സെയിം ആണെങ്കിൽ ഉത്തരം 1 ആണ് കിട്ടുക. 328 ഡിവൈഡഡ് ബൈ 328 സമം 1 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു കാൽക്കുലേഷൻ. വളരെ സിമ്പിൾ ആണ്. 4 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൾപിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതായത് സഹബന്ധ ഗുണാങ്കം, കാൾപിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാൾപിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം കാണുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാന്നുള്ളത് ആദ്യം തന്നെ കാണാപ്പാഠം പഠിച്ചു വെക്കുക. സമവാക്യം കാണാപ്പാഠം പഠിച്ചു വെക്കുക. ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും ഇതേപോലെ തന്നെയാണ് എഴുതാനുള്ളത്. കാൾപിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം കാണുക എന്നാണ് ചോദ്യം ഉണ്ടാവുക. ഓക്കെ, ചോദ്യം തന്നിട്ട്, അതായത് ബോക്സിൽ സംഖ്യ തന്നിട്ട് കാൾപിയേഴ്സന്റെ സഹബന്ധ ഗുണാങ്കം കാണുക എന്നാണ് ചോദ്യം ഉണ്ടാവുക. ഇതുപോലെ മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഹോംവർക്കിന് വേണ്ടിയിട്ട് 2 ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ട് തരുന്നുണ്ട്. അത് വെച്ച് നിങ്ങളൊന്ന് ഇത് കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതട്ടെ. തീർച്ചയായും അടുത്ത ഒരു ടോപ്പിക്കിൽ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും, അതുപോലെ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.